ഇന്നിപ്പോ വഖഫ് ബില്ല് ഏറ്റവും വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത്, അല്ലേ? മുനമ്പത്തെ സാധുക്കളായ അവിടെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സാധുക്കളായ ജനങ്ങളെ അവിടെ പുറന്തള്ളി അവരെ വഴിയാധാരമാക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് വഖഫ് സ്വത്താണെങ്കിൽ എങ്ങനെ അവരുടെ കൈകളിലേക്ക് വന്നു? അതവരുടെ കൈകളിലേക്ക് പോകാൻ കാരണക്കാരാരാണ്? അവരിൽ നിന്ന് വില കൊടുത്ത് അവരാരിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? അവരതിന് നഷ്ടപരിഹാരം ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നേ നമുക്ക് അഭിപ്രായമുള്ളൂ. അവരെ വഴിയാധാരമാക്കണമെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. വഖഫിന്റേതാണ് എന്ന് ആരാ പറഞ്ഞ്? ഗവൺമെന്റ് പറഞ്ഞതാണ്. വഖഫിന്റേതാണെന്ന് ആരാ പറഞ്ഞത്? രാഷ്ട്ര നിയമങ്ങൾ പറഞ്ഞതാണ്. വഖഫ് ബോർഡല്ല പറഞ്ഞത്, വഖഫ് ട്രിബ്യൂണൽ അല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞതോ ഹൈക്കോടതി തന്നെയാണ്. അതിന്റെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് പോലുമല്ല വഖഫ് ബോർഡിന്റേതാണ് ആ സ്വത്തെന്ന് പറഞ്ഞത്. രാഷ്ട്ര നിയമം വഖഫിന് അനുകൂലമായി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ മത നിയമങ്ങൾ സഭാ സ്വത്ത് ആയിരുന്നത് കുറെ മുസ്ലിമീങ്ങളോ ഹിന്ദുക്കളോ എല്ലാവരും കയറി കയ്യേറിയിട്ട് കുറെ കാലം അവിടെ താമസിച്ചാൽ അത് സഭയുടേതാണെന്ന് പറയാനുള്ള അവകാശം സഭയ്ക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ദേവസ്വത്തിന്റെ സ്വത്താരെങ്കിലും കയ്യേറിയാൽ അത് ദേവസ്വത്തിൻ്റെതാണെന്ന് പറയാനുള്ള അവകാശം അവർക്ക് ഇല്ലാതാകുന്നില്ലല്ലോ. അത് പറയാനുള്ള അവകാശം മാത്രമാണ് ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇന്നിപ്പോ വഖഫ് ബില്ല് ഏറ്റവും വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത്, അല്ലേ? എങ്ങനെയാ വഖഫ് ബില്ല് ചർച്ചയായത്? ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ സൈന്യം കഴിഞ്ഞാൽ, റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വഖഫ് ഭൂമി മുസ്ലിമീങ്ങൾക്കാണ് എന്ന് പൊതുവെ ഒരു പ്രചാരം ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു പ്രസംഗം നടത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ചേട്ടൻ പറഞ്ഞു, അല്ല, ഇന്ത്യ രാജ്യത്ത് സൈന്യം കഴിഞ്ഞാൽ, റെയിൽവേ കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്, പൊതു സ്വത്തായിട്ടുള്ളത് സമുദായം ക്രിസ്ത്യാനിറ്റി ആണെന്ന് കിട്ടുമെന്ന്. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികളാണത്രേ. പക്ഷെ അവരത് പറയാറില്ല. നമുക്ക് പരാതിയില്ല. അവർക്ക് എത്ര ഉണ്ടെങ്കിലും അവർക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് അത് പിടിച്ചെടുക്കണമെന്ന് നമ്മൾ പറയാറില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വഖഫ് പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നപ്പോ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വഖഫ് കൊള്ള സംഘമാണ്, അവരുടെ ഭൂമിയെല്ലാം പിടിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹം നമുക്ക് എതിരിൽ തിരിഞ്ഞിരിക്കുന്നത് സങ്കടകരമാണ്. നമ്മൾ ഇന്ന് വരെ ഇത്രയും വലിയ 3.5 കോടി മാത്രമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂസ്വത്ത് അവർക്കാണുള്ളത് എന്ന് പറയുമ്പോ 35 കോടിയുള്ള അതിന്റെ 10 ഇരട്ടിയുള്ള മുസ്ലിങ്ങൾക്ക് അത്രയില്ല. മനസ്സിലായില്ലേ? എന്നിട്ടും മുസ്ലിമീങ്ങൾ അത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ മുനമ്പം പ്രദേശത്തെ കരുവാക്കിക്കൊണ്ട് മുനമ്പം പ്രശ്നമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുനമ്പത്തെ സാധുക്കളായ അവിടെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സാധുക്കളായ ജനങ്ങളെ അവിടെ പുറന്തള്ളി അവരെ വഴിയാധാരമാക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് വഖഫ് സ്വത്താണെങ്കിൽ എങ്ങനെ അവരുടെ കൈകളിലേക്ക് വന്നു? അതവരുടെ കൈകളിലേക്ക് പോകാൻ കാരണക്കാരാരാണ്? അവരിൽ നിന്ന് വില കൊടുത്ത് അവരാരിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? അവരതിന് നഷ്ടപരിഹാരം ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നേ നമുക്ക് അഭിപ്രായമുള്ളൂ. അവരെ വഴിയാധാരമാക്കണമെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ സാധുക്കൾ അവർ കുടിയൊഴിപ്പിക്കപ്പെട്ട് വഴിയാധാരമാക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയൊക്കെ മീറ്റിങ്ങുകൾ കൂടിയിരുന്നു. നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യ ഒട്ടുക്കുമുള്ള മുഴുവൻ വഖഫ് പള്ളികളും മദ്രസകളും മുഴുവൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്റെ ഇടം കാണിക്കുന്ന വിധത്തിലേക്ക് ഇന്ന് നമ്മൾ പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം വഖഫിലൂടെ. നമ്മളൊരു കാര്യം ഓർത്തോ, പണം കൊണ്ട് നമ്മൾ ദൂർത്തടിച്ചാൽ നമുക്കതിനകത്ത് അല്ലാഹു ശിക്ഷ തരും. ആരോഗ്യം കൊണ്ട് ദൂർത്തടിച്ചാൽ അതിൽ അല്ലാഹു ശിക്ഷ തരും. സൗന്ദര്യം കൊണ്ട് ദൂർത്തടിച്ചാൽ ശിക്ഷ തരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കണ്ടില്ലേ? ഗ്ലാമറിന്റെ ലോകത്ത് വെള്ളിത്തിരയിലെ മിന്നുന്ന താരങ്ങള് അവരൊക്കെ ഇന്ന് നാറുകയാണ്, നെട്ടോട്ടമോടുകയാണ് ജയിൽ ശിക്ഷയിൽ നിന്ന്. ലോകത്ത് തന്നെ മറ്റേതൊരു ഇസ്ലാമിക സമൂഹത്തിനും ജനതയ്ക്കും മാതൃകയാക്കാവുന്ന അത്ഭുതകരമായ വല്ലാത്തൊരു മാതൃകയുടെ പേരാണ് നമ്മുടെ കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന മഹല്ല് സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഓരോ നാടുകളിലെയും ഇസ്ലാമിക സമൂഹം അവരെല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിക ജീവിതവും സംസ്കാരവും ശരിയായ രൂപത്തിൽ കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയും അതിന് സഹായകമായ നിലയിൽ ആ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിം സമൂഹങ്ങളും എല്ലാ വിഭാഗീയതകളും മറന്ന് അത്ഭുതകരമായി ഒന്നിച്ചു നിൽക്കുന്ന വളരെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ മഹല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഒരു സംഘടന നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അതിനൊരു 100 ആളെ കൂട്ടണമെങ്കിൽ നമുക്കുള്ള പാടെത്രയാ, അതിന്റെ പെടാപ്പാട് എത്രയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
പക്ഷേ നാടിൽ എവിടെയായാലും നമ്മുടെ രാജ്യത്ത് എവിടെയായാലും ജീവിക്കുന്ന മുസ്ലിം സമൂഹം അവരെല്ലാവരും ഏക മനസ്സോടുകൂടി അവിടെ ഒരു 10 ആളുകൾ അല്ലെങ്കിൽ 25 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അവർ അവിടെ തങ്ങളുടെ റബ്ബിനെ അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു ഭവനം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇന്നൊക്കെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പള്ളികളുടെ മഹലിന്റെ ഈ സന്തോഷവും ഈ സ്വാതന്ത്ര്യവും ഈ ഐക്യവും ഈ സഹകരണ മനോഭാവവും എല്ലാം ഇന്ന് ജീവിക്കുന്ന നമ്മളുടെ ആരുടെയും മിടുക്കൻ സാമർത്ഥ്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സംസ്കാരത്തിലും സദാചാരത്തിലും ഊട്ടി വളർത്തി അവരുടെ ഇഹവും പരവും നന്നാക്കി തീർക്കാൻ വേണ്ടി തങ്ങളുടെ മക്കളെ തങ്ങളുടെ പിന്മുറക്കാരായ തങ്ങളുടെ സന്താന പരമ്പരകളെ അള്ളാഹുവിനെ അറിയിക്കാനും പരിചയപ്പെടുത്താനും വേണ്ടി നമ്മുടെ പൂർവികന്മാരായ നല്ലവർ സാത്വികന്മാരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും എല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നാട്ടിൽ പണ്ടേ നമുക്കുണ്ടാക്കി തന്ന ഈ ലോകത്തെ നമുക്ക് ഒരു പക്ഷേ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു അത്ഭുത മാതൃകയുടെ പേരാണ് മഹല്ല് സംവിധാനങ്ങൾ. പക്ഷേ അതിന്റെ വലിപ്പം എന്താ, അതിന്റെ മഹത്വം എന്താ, അത് നമുക്ക് എന്താണ് നേടി തന്നത് എന്നതിനെ കുറിച്ച് നമുക്കിന്ന് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, നമ്മളതിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അനുഗ്രഹങ്ങൾ സാർവത്രികമായാൽ അതിന്റെ വില ഇല്ലാതായി പോകും. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഏത് അനുഗ്രഹം അങ്ങനെയാണല്ലോ. ലോകത്തെ നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ശുദ്ധവായു തന്നുള്ളതാണ്. പക്ഷെ ശുദ്ധവായുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു എന്തൊരു വലിയ അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നത്, ശ്വസിക്കാൻ ശുദ്ധവായു തന്നല്ലോ എന്ന് ഓർത്ത് അള്ളാഹുവിന് ഒരു ശുക്ർ ഒരു ദിവസം പറഞ്ഞവരെ നമ്മുടെ കൂട്ടത്തിൽ ആരും കാണുകയില്ല. നമ്മൾ ഇങ്ങനെ നിരന്തരം ശ്വസിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഉറക്കത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുടിക്കാൻ വെള്ളം കൈകൊണ്ടെടുത്ത് കുടിക്കണം, കഴിക്കാനുള്ള ഭക്ഷണം കൈകൊണ്ടെടുത്ത് കഴിക്കണം. കുടിക്കുന്നത് പോലെ അതുപോലെ തന്നെ കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അനിവാര്യമായ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശ്വാസം കഴിക്കുക എന്ന് പറയുന്ന ഈ പരിപാടി നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് പോലെ എടുത്തു കുടിക്കുന്നത് പോലെ എടുത്ത് ശ്വസിക്കണമായിരുന്നുവെങ്കിൽ നമുക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേക്കാൻ പോലും പറ്റുമല്ലായിരുന്നു. എടുത്തായിരുന്നു ശ്വസിക്കേണ്ടതെങ്കിൽ. അപ്പൊ അള്ളാഹു ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ ശ്വസിപ്പിക്കുക. അതാണ് നമ്മുടെ ജീവൻ, ജീവവായുവാണ്. അതിലാണ് നമ്മുടെ ജീവനെ തന്നെ പടച്ചോൻ നിലനിർത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ആ അനുഗ്രഹം ഓർക്കാറില്ല. അള്ളാഹു ശ്വാസോച്ഛ്വാസത്തിന് സഹായകമായ ശുദ്ധവായു ഈ അന്തരീക്ഷത്തിൽ ഒരുക്കി വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് ഇവിടെ അന്തരീക്ഷത്തിൽ അവസരം ഒരുക്കി തന്ന റബ്ബിനെ നമ്മൾ നന്ദിയോടെ ഓർക്കാറില്ല. കാരണം അങ്ങനെയാ, ഏത് അനുഗ്രഹവും സാർവത്രികമായാൽ നമ്മൾ അതിന് വലിയ വില കൽപ്പിക്കാറില്ല. അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ അനുഗ്രഹം അങ്ങനെയാണ്. നമുക്കൊക്കെ നല്ല ശുദ്ധജലം ധാരാളം കുടിക്കാൻ കിട്ടുന്നതിന്റെ പേരിൽ വെള്ളം തന്ന അള്ളാഹുവിനെ നമ്മൾ ആരും നന്ദിയോടുകൂടി ഓർക്കാറില്ല. അതേസമയം നമ്മൾ വേറെ പല പണം തന്നാൽ ചിലപ്പോൾ ഒരു ശുക്രൊക്കെ പറഞ്ഞു വരും, അല്ലേ? ഒരു ബിൽഡിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ശുക്രൊക്കെ ചെന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഭൗതികമായ അനുഗ്രഹം കിട്ടിയ ഉടനെ നമ്മളൊരു ശുക്ർ പറയും. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ വായുവിനെ കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, അന്നത്തെക്കുറിച്ച് ഇത് റബ്ബ് തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും ഈ ലോകത്തെ ജീവിതം നിലനിർത്തി പോകാൻ പറ്റില്ല. നമ്മൾ നന്ദി ചെയ്യാറില്ല. ഇതുപോലെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയാണ് അള്ളാഹു നമ്മുടെ കേരളീയ മണ്ണിന്, കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് പടച്ച റബ്ബ് തന്ന ഏറ്റവും വലിയ ഒരു നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ പേരാണ് നമ്മളെല്ലാവരും അതിന്റെ ഗുണം പറ്റി ഇന്ന് അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐക്യമത്യം, ഈ സ്നേഹം, ഈ സന്തോഷം. നോക്കൂ, ഇതെല്ലാം ഒരു പള്ളിയിൽ വന്ന് അകലാട് മഹല്ല് ജമാഅത്തിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളല്ലേ, ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ അങ്ങനല്ലേ? എല്ലാവരെയും നമ്മള് ഒന്നിപ്പിക്കുന്ന ഓരോ വെള്ളിയാഴ്ചകളിലും നൂറുകണക്കിന് വിശ്വാസികള് അവന്റെ എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വളരെ കൃത്യമായ നിലയിൽ നമ്മുടെ അള്ളാഹുവിനെ ഓർത്ത് അവന് ശുക്രോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രവും ശരീരവുമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്നിരുന്ന് പരസ്പരം കണ്ട് അള്ളാഹുവിനെ ഒന്നിച്ച് ആരാധിച്ച് ഇബാദത്ത് ചെയ്ത് പരസ്പരം പുഞ്ചിരിച്ച് പരസ്പരം കൈകൊടുത്ത് പരസ്പരം സ്നേഹം പങ്കുവെച്ച് എവിടെയായിരുന്നാലും സാധാരണ വഖത്തുകൾക്കൊന്നും എല്ലാ നേരവും എത്തിച്ചേരാനായില്ലെങ്കിലും വെള്ളിയാഴ്ച മഹല്ലിൽ തന്നെ കൂടണം ഉസ്താദ് എന്ന് പലപ്പോഴും പല കൂട്ടുകാരും പറയാറുണ്ട്. വെള്ളിയാഴ്ച മഹല്ലിൽ കൂടിയാലേ ജുമാ കൂടിയെന്നൊരു തൃപ്തിയുള്ളൂ, വേറെ എവിടെ പോയി കൂടിയാലും പറ്റില്ല. അപ്പൊ നമ്മളെ എല്ലാവരെയും എവിടെയായിരുന്നാലും അള്ളാഹു ഈ പരിശുദ്ധമായ പള്ളിയുടെ മഹല്ലിന്റെ പേരിൽ നമ്മൾ ഒന്നിപ്പിക്കുന്ന ഈ
അത്ഭുതകരമായി മഹൽ സംവിധാനം. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, ഇത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു മഹൽ സംവിധാനം സൗദി അറേബ്യ പോയാൽ പോലും ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല, അറബി നാടുകളിൽ പോലും കാണാൻ പറ്റില്ല. ഇത് ഏറ്റവും ഭദ്രമായി, ഏറ്റവും ശക്തമായി, എത്രയും വ്യവസ്ഥാപിതമായി നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തെ പലപ്പോഴും അതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള നിഅമത്തിന്റെ വലിപ്പത്തെ കുറെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങ് മറന്നു പോവുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹുവിന് അനുഗ്രഹം തരാൻ മാത്രമല്ല അറിയുന്നത്, അള്ളാഹുവിന് തന്ന അനുഗ്രഹത്തെ നന്നായി അതിന് നന്ദി ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനും അറിയാം അള്ളാഹുവിന്. ശരിക്കും മനസ്സിലാക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, അള്ളാഹു മറ്റൊരു സമൂഹത്തിന് നൽകിയിട്ടില്ലാത്തത്ര അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ. നമുക്കിത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് എന്റെ പള്ളിയിൽ ഞാനൊരു സഹായധനം, അവിടെ ഒരു ഭവന പദ്ധതി, നാളെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. 20 വീടുകൾ അവിടെ പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ഞാൻ രക്ഷാധികാരിയായിട്ടുള്ള എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുണ്ട്. നാളെ അതിന്റെ ശിലാസ്ഥാപനത്തിന് ഞങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ അമ്പലത്തെ വെള്ളിയാഴ്ച അതിന് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വാ മുറുക്കുന്നതിന് അപ്പുറത്ത് തന്നെ ഒരു സഹോദരൻ 1 ലക്ഷം രൂപ അപ്പുറത്ത് ഓഫർ ചെയ്യുക. അത് മഹല്ലിൽ പോലും പെട്ട ആളല്ല. ബക്കറ്റിൽ അപ്പോൾ തന്നെ 1 ലക്ഷം വീണങ്ങ് നിറയുകയാണ്. സഹോദരങ്ങളെ, എത്ര അനുഗ്രഹം! നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് ചെറിയ ഒരു അരവാക്കൊന്ന് ഉരിയാടിയാൽ, നമ്മുടെ പരിശുദ്ധമായ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന നമ്മുടെ മഹല്ലുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്ന എത്ര വലിയ ഒരു അനുഗ്രഹമാണിത്. എന്താണ് നമ്മുടെ മഹല്ല് നന്നായി പ്രവർത്തിച്ചാൽ, ഒരു മഹല്ല് നന്നായി പ്രവർത്തിച്ചാൽ ഇവിടെ നടക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ രാജ്യം ആര് ഭരിച്ചോട്ടെ, ചിലപ്പോ ഭരണകർത്താക്കളെ കുറിച്ച് നമുക്ക് പേടി. രാജ്യം ഭരിക്കുന്നത് അവരല്ലേ, കേരളം ഭരിക്കുന്നത് ഇവരല്ലേ, ആരെല്ലാം ഏത് രാജ്യം ഭരിച്ചാൽ നമുക്കെന്താ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ല് ശരിയായ നിലയിൽ പ്രവർത്തിക്കുകയും അത് പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നമ്മുടെ കൈകരങ്ങളിൽ തന്നെ ഭദ്രമല്ലേ? നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തിന്റെ പേരാണ് മഹല്ല് സംവിധാനം. പക്ഷെ ഒരു കാര്യമുണ്ട്, മഹല്ലിലൂടെ അല്ലാഹു തന്ന അനുഗ്രഹത്തെ നമ്മൾ മറന്നു കളയുകയും മഹല്ല് സംവിധാനത്തിന്റെ പള്ളിയോട്, പള്ളിയുടെ വഖഫിനോട്, പള്ളിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സംവിധാനങ്ങളോട് നമ്മൾ നന്ദികേട് കാണിക്കുകയും ചെയ്താൽ ആ പള്ളികൾ തന്നെയായിരിക്കും നമുക്ക് ഭീഷണിയായി തിരിച്ചു വരിക. ലഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. അല്ലാഹു അല്ലേ പറഞ്ഞത്? അള്ളാഹുവിന് അനുഗ്രഹം തരാൻ മാത്രമല്ല അറിയുന്നത്, മറിച്ച് അനുഗ്രഹത്തോട് അനുഗ്രഹം ആസ്വദിക്കുന്നവൻ നന്ദി ചെയ്തില്ലെങ്കിൽ അത് അല്ലാഹു തആല ശിക്ഷയാക്കി മാറ്റുന്നവനാണ്. അനുഗ്രഹം നിഗ്രഹമായി മാറും. നിങ്ങൾ നന്ദി ചെയ്താൽ അത് വർദ്ധിപ്പിച്ചു തരും, വർദ്ധിപ്പിച്ചു തരും. നോക്കൂ, നമ്മുടെ കാരണവന്മാർ ഒരു ചെറിയ പള്ളിയായി, കൊച്ചു കൊച്ചു പള്ളികളായി, ചെറും സ്രാമ്പികളായി ഒക്കെ തുടക്കമിട്ട പള്ളികൾ ഇന്ന് നമ്മളൊക്കെ ആ പള്ളിയുടെ വിലയും നിലയും മനസ്സിലാക്കിയിരുന്ന ഇന്നലകളിൽ നിന്ന് നമ്മൾ ഇന്ന് എത്രയോ വളർന്നു. അനുഗ്രഹം വളരെ വലുതായി വളർന്നു. ഇന്ന് വലിയ പള്ളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊട്ടാരങ്ങളെ തോൽപ്പിക്കുകയാണ്. ഹൈവേകളുടെയൊക്കെ പരിസരങ്ങളിൽ, തെരുവുകളിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളികൾ കണ്ടാൽ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. എത്ര വലിയ സന്തോഷമാണ്. പരിശുദ്ധമായ ഹറം ഷരീഫിൽ പോയി നമ്മളെല്ലാവരും ഒന്ന് ഹറമ് കാണാൻ കൊതിക്കാത്തവരാരുമില്ല. പരിശുദ്ധ ഹറമിൽ ഒന്ന് പോയവർക്ക് പിന്നെ രണ്ടാമതും പോകാതിരിക്കാൻ അവന്റെ മനസ്സിൽ ഒരടക്കം കിട്ടൂല. വീണ്ടും പോയിക്കൊണ്ടിരിക്കണം. കാരണം എന്താണ് ആ സന്തോഷം, എന്താണ് ആ സ്വാതന്ത്ര്യബോധം? ഒരന്യതാബോധവുമില്ലാതെ ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്നും വന്നു ചേരുന്ന മുഴുവൻ മനുഷ്യരെയും അവന്റെ സ്വന്തം വീട് പോലെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കപ്പെടുന്ന, സ്വാഗതം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറം ഷരീഫ് ഉണ്ടല്ലോ, ആ ഹറം ഷരീഫിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഇന്ന് ഹറമിന്റെ മാതൃകയിലാണ് പള്ളി പണിയുന്നത്. ഹറമിൽ ഇട്ടിരിക്കുന്നത് പോലത്തെ കാർപ്പറ്റാണ് നമ്മൾ വിരിക്കുന്നത്. ഹറമിൽ ഇട്ടിരിക്കുന്നത് പോലുള്ള ഓർണമെന്റ്സ് ആണ്. അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഹറമിൽ കഴിയുന്ന പ്രതീതി പോലുമാണ് നമ്മൾ പലപ്പോഴും പല പള്ളികളിലും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹത്തെ നമ്മൾ അതിനെ മഹത്വത്തോടുകൂടി, വിലയോടുകൂടി കണ്ടിരുന്ന ഇന്നലകളിൽ അതിന് പകരം അല്ലാഹു തആല നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത് ഹറമിൽ പോയില്ലേലും ഹറമിലേതുപോലെ ഓരോ മഹല്ലും ഹറമ് പോലെ, ഹറമിലെ പള്ളി പോലെ ആക്കി തീർക്കാൻ കഴിയുന്ന ഒരനുഗ്രഹം നമ്മുടെ നാട്ടുകാർക്ക്, ഓരോ പ്രദേശവാസികൾക്കും പടച്ച തമ്പുരാൻ നമുക്ക് ഇവിടെ തന്നിരിക്കുക.
അല്ലേ? അത്തരത്തിലുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോളുക, അള്ളാഹു ഏതൊരു അനുഗ്രഹവും കുറച്ചു കാലം തന്നു പരീക്ഷിക്കും. എന്നിട്ട് അള്ളാഹു താല അത് എടുത്തു പരീക്ഷിക്കും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് പള്ളിയിലൂടെ തന്നിരിക്കുന്ന ഈ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹകരണത്തിന്റെ കൂട്ടായ്മകളെ, അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സഹകരണത്തിലൂടെ അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ സാമ്പത്തിക രംഗത്തിന്, അവരുടെ തൊഴിൽ രംഗത്തിന് ഒക്കെ മുതൽക്കൂട്ടാവുന്ന വിധത്തിലുള്ള മാതൃകകൾ സൃഷ്ടിച്ച് ഓരോ മഹല്ലിനെയും ആ നാട്ടിലെ സമുദായത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ നിലയിൽ വിനിയോഗിക്കാൻ പടച്ച തമ്പുരാൻ തന്നിരിക്കുന്ന അനുഗ്രഹത്തെ ഉപയോഗിക്കാതെ നമ്മൾ ആരെങ്കിലും ഉപയോഗരഹിതമാക്കി തീർത്താൽ, ആരെങ്കിലും അതിനെ ദുരുപയോഗം ചെയ്താൽ ആ പള്ളികൾ കാരണമായുള്ള അദാബുകൾ നമുക്ക് വരുമെന്നുള്ളത് അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും വലിയ അദാബ് ഇന്ത്യ രാജ്യത്ത് എന്താ? ഇന്ത്യ രാജ്യത്തെ ചിന്തിച്ചാൽ ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അദാബ്, വേദനകൾ പലപ്പോഴും പള്ളിയെ ചുറ്റിപ്പറ്റിയ ബാബരി മസ്ജിദ്, ഗ്യാൻവാപ്പി മസ്ജിദ്, മധുര മസ്ജിദ്, കാശി മസ്ജിദ്, അങ്ങനെ ഒറ്റ പള്ളികളെ ചുറ്റിപ്പറ്റി ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉയർത്തു വന്നപ്പോ നമ്മൾ മനസ്സിലാക്കണം, പള്ളികളിലൂടെ പടച്ച തമ്പുരാൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും അതിനോട് വേണ്ട വിധം നന്ദി ചെയ്യാനും അതിലൂടെ നമുക്കുണ്ടാകേണ്ടുന്ന പുരോഗതിയും ഉന്നമനവും വളർച്ചയും അതുപോലെ തന്നെ ലോകത്തിന് അതിലൂടെ കിട്ടേണ്ടുന്ന സാമൂഹികമായ പുരോഗതികളും പള്ളികളിലൂടെ നടപ്പിൽ വരുത്താൻ നമുക്ക് കഴിഞ്ഞോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രിയപ്പെട്ടവരെ, ഒരു പള്ളി നന്നായി പ്രവർത്തിച്ചാൽ പഞ്ചായത്ത് ആ പള്ളിക്ക് പകരമാവില്ല. പഞ്ചായത്ത് ആരും ഭരിച്ചോട്ടെ, ഇപ്പൊ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും വല്ലാതെ വെപ്രാളപ്പെടണം. സത്യം പറഞ്ഞാൽ ഒരു പള്ളിയുടെ വില അറിയുന്ന നാട്ടിലെ ജനങ്ങൾക്ക് പള്ളിയുടെ വില അറിയാമെങ്കിൽ പഞ്ചായത്ത് വേണമെന്ന് പറഞ്ഞ് വല്ലവരും പോകും. ഒരു പഞ്ചായത്തിന് നടപ്പിൽ വരുത്താൻ കഴിയുന്നതിനേക്കാൾ 10 മടങ്ങ് സമൂഹത്തിന് പ്രയോജനപ്രദമായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണമുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കി കൊടുക്കാൻ ഒരു പള്ളി ശരിയായ വിധത്തിൽ പ്രവർത്തിച്ചാൽ കഴിയും. നിങ്ങൾക്കറിയാവോ, ഓരോ വെള്ളിയാഴ്ചയും എന്റെ പള്ളിയിൽ, ഞാൻ ഇതിനു മുമ്പ് നിന്ന പള്ളികളിലൊക്കെ ഒരു വെള്ളിയാഴ്ച ഒരു കാര്യം പറഞ്ഞാൽ 1 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം. ഞാൻ എറണാകുളത്ത് പടമുകൾ പള്ളിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയാ, കാരണം അത് 2-3 പേര് കൊള്ളു. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലുവ പള്ളിയിൽ ഒരു 1000-1500 പേര്, 50,000, 40,000, 70,000, 75,000, 1 ലക്ഷം എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച കിട്ടുന്ന ശരാശരിയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷം എത്രയാണ് ആ നിലയിൽ പോയാൽ? ഒരു വർഷം ആ നിലയിൽ പോയാല് ഒരു വെള്ളിയാഴ്ച 50,000 രൂപ വെറും ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന തുകയിലൂടെ നമുക്ക് കിട്ടുമെങ്കിൽ 2 വെള്ളിയാഴ്ച കൊണ്ട് 1 ലക്ഷമായോ? അങ്ങനെയാണെങ്കിൽ 54 വെള്ളിയാഴ്ചയിൽ കോടി എത്രയായിരിക്കും? എത്ര വരും? 1/2 കോടി രൂപയുടെ മുകളിൽ അടുത്തേക്ക്, അല്ലേ? 25 ലക്ഷം, 30 ലക്ഷം. പിന്നെ റമദാനിലൊക്കെ വന്നു ചേരുന്നത് വേറെയും. അത്രയും തുക സമാഹരിച്ച്, വെറും ബക്കറ്റിലൂടെ സമാഹരിച്ച് സമൂഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് പറയാം. മുസ്ലിം മാത്രമല്ല, ഹിന്ദുക്കളായ ആളുകളും പള്ളിമുറ്റത്ത് ജുമായ്ക്ക് പലപ്പോഴും വരും. എന്നിട്ട് അവർ പറയും, ഇമാമെ സഹായിക്കണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു, നിങ്ങൾ ക്ഷേത്രത്തിൽ പറഞ്ഞുകൂടെ, അവിടെ നിങ്ങൾക്ക് സഹായം കിട്ടില്ലേ എന്ന്. ഇല്ല ഇമാമെ, അവിടെ നിന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടൂല എന്ന് അവർ പറയാറുള്ളത്. മനസ്സിലായില്ലേ? അവിടെ ഒന്നും കിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ ഒന്നും നമ്മുടെ പള്ളികളിൽ ഉദാരമനസ്ഥിതിക്കാരായ പടച്ചറബിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് 10 പൈസ, ഒരു 10 രൂപ ഇട്ടാൽ അല്ലെങ്കിൽ 100 രൂപ ഇട്ടാൽ അതെന്റെ പരലോകത്തിന് മാത്രമല്ല ഇഹലോകത്തിനും മുതൽക്കൂട്ടാണെന്ന് വിചാരിക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ ഓരോ വെള്ളിയാഴ്ചകളിലും 100 കണക്കിന് ആളുകളെ ഒന്നിപ്പിച്ചിരുത്താൻ കഴിയുന്ന ഈ അത്ഭുതകരമായ പള്ളി സംവിധാനത്തെ ഉപയോഗിക്കാതെ നമ്മളെല്ലാവരും ദുരുപയോഗം ചെയ്താൽ, ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ പള്ളികളുണ്ടല്ലോ, ആ ദേശീയ പള്ളികള് പലതും പൊളിച്ചു, അടുത്തത് പൊളിക്കാൻ വേണ്ടി ഉന്നം വയ്ക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഫിത്നകളൊക്കെ വരുമ്പോൾ പള്ളിയും വഖഫും പരിപാലിക്കുന്ന കാര്യത്തിൽ നമുക്ക് വന്ന വലിയ വീഴ്ച കാരണമാണെന്ന് ഓർത്തോളൂ. ഇന്നിപ്പോ വഖഫ് ബില്ല് ഏറ്റവും വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത്, അല്ലേ? എങ്ങനെയാ വഖഫ് ബില്ല് ചർച്ചയായത്? ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ സൈന്യം കഴിഞ്ഞാൽ, റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വഖഫ് ഭൂമി മുസ്ലിമീങ്ങൾക്കാണ് എന്ന്
പൊതുവെ ഒരു പ്രചാരം ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു പ്രസംഗം നടത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ചേട്ടൻ പറഞ്ഞു, അല്ല, ഇന്ത്യ രാജ്യത്ത് സൈന്യം കഴിഞ്ഞാൽ റെയിൽവേ കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് പൊതു സ്വത്തായിട്ടുള്ളത് സമുദായം ക്രിസ്ത്യാനിറ്റി ആണെന്ന് കിട്ടുമെന്ന്. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികളാണത്രേ. പക്ഷെ അവരത് പറയാറില്ല. നമുക്ക് പരാതിയില്ല, അവർക്ക് എത്ര ഉണ്ടെങ്കിലും അവർക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് അത് പിടിച്ചെടുക്കണമെന്ന് നമ്മൾ പറയാറില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വഖഫ് പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നപ്പോ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വഖഫ് കൊള്ള സംഘമാണ്, അവരുടെ ഭൂമിയെല്ലാം പിടിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹം നമുക്ക് എതിരിൽ തിരിഞ്ഞിരിക്കുന്നത് സങ്കടകരമാണ്. നമ്മൾ ഇന്ന് വരെ ഇത്രയും വലിയ 3.5 കോടി മാത്രമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂസ്വത്ത് അവർക്കാണുള്ളത് എന്ന് പറയുമ്പോൾ 35 കോടിയുള്ള അതിന്റെ 10 ഇരട്ടിയുള്ള മുസ്ലിങ്ങൾക്ക് അത്രയില്ല. മനസ്സിലായില്ലേ? എന്നിട്ടും മുസ്ലിമീങ്ങൾ അത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ മുനമ്പം പ്രദേശത്തെ കരുവാക്കിക്കൊണ്ട് മുനമ്പം പ്രശ്നമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുനമ്പം പ്രശ്നമൊക്കെ ഞാനിപ്പോ അതിനകത്തൊന്നും പറയുന്നില്ല. മുനമ്പത്തെ സാധുക്കളായ അവിടെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സാധുക്കളായ ജനങ്ങളെ അവിടെ പുറന്തള്ളി അവരെ വഴിയാധാരമാക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് വഖഫ് സ്വത്താണെങ്കിൽ എങ്ങനെ അവരുടെ കൈകളിലേക്ക് വന്നു? അത് അവരുടെ കൈകളിലേക്ക് പോകാൻ കാരണക്കാരാരാണ്? അവരിൽ നിന്ന് വില കൊടുത്ത്, അവരാരിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? അവരതിന് നഷ്ടപരിഹാരം ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നേ നമുക്ക് അഭിപ്രായമുള്ളൂ. അവരെ വഴിയാധാരമാക്കണമെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. വഖഫിന്റേതാണ് എന്ന് ആരാ പറഞ്ഞ്? ഗവൺമെന്റ് പറഞ്ഞതാണ്. വഖഫിന്റേതാണെന്ന് ആരാ പറഞ്ഞത്? രാഷ്ട്ര നിയമങ്ങൾ പറഞ്ഞതാണ്. വഖഫ് ബോർഡല്ല പറഞ്ഞത്, വഖഫ് ട്രിബ്യൂണൽ അല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞതോ ഹൈക്കോടതി തന്നെയാണ്. അതിന്റെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് പോലുമല്ല വഖഫ് ബോർഡിന്റേതാണ് ആ സ്വത്തെന്ന് പറഞ്ഞത്. രാഷ്ട്ര നിയമം വഖഫിന് അനുകൂലമായി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ മത നിയമങ്ങൾ സഭാ സ്വത്ത് ആയിരുന്നത് കുറെ മുസ്ലിമീങ്ങളോ ഹിന്ദുക്കളോ എല്ലാവരും കയറി കയ്യേറിയിട്ട് കുറെ കാലം അവിടെ താമസിച്ചാൽ അത് സഭയുടേതാണെന്ന് പറയാനുള്ള അവകാശം സഭയ്ക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ദേവസ്വത്തിന്റെ സ്വത്താരെങ്കിലും കയ്യേറിയാൽ അത് ദേവസ്വത്തിൻ്റെതാണെന്ന് പറയാനുള്ള അവകാശം അവർക്ക് ഇല്ലാതാകുന്നില്ലല്ലോ. അത് പറയാനുള്ള അവകാശം മാത്രമാണ് ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ സാധുക്കൾ അവർ കുടിയൊഴിപ്പിക്കപ്പെട്ട് വഴിയാധാരമാക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയൊക്കെ മീറ്റിങ്ങുകൾ കൂടിയിരുന്നു. നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയൊട്ടുക്കുമുള്ള മുഴുവൻ വഖഫ് പള്ളികളും മദ്രസകളും മുഴുവൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്റെ ഇടം കാണിക്കുന്ന വിധത്തിലേക്ക് ഇന്ന് നമ്മൾ പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം വഖഫിലൂടെ ലോകത്ത് കോടിക്കണക്കിന് ഏക്കർ കണക്കിന് ഭൂമി നമുക്ക് അല്ലാഹു തആല കൈവശം തന്നു. അതുപോലെ തന്നെ നമുക്ക് പള്ളികൾ, മദ്രസകൾ, അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ തന്നു. ആ സംവിധാനങ്ങളെ, സൗകര്യങ്ങളെ സമുദായത്തിന് മാത്രമല്ല സമൂഹത്തിനു കൂടി, പൊതുസമൂഹത്തിനു കൂടി പ്രയോജനകരമായ നിലയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തല്ലേ നമ്മോട് ഞാൻ നേരത്തെ പറഞ്ഞത്, ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങളോട് നിങ്ങൾ നന്ദിയോടുകൂടി പ്രവർത്തിച്ചാൽ, പെരുമാറിയാൽ, ലഅസീദന്നകും, അത് നിങ്ങൾക്ക് ഞാൻ പെരുപ്പിച്ചു തരും. അനുഗ്രഹം അല്ലാഹ് തന്നിട്ട് നിങ്ങൾക്കറിയോ, അല്ലാഹു തആല തന്ന വായു എന്ന അനുഗ്രഹത്തോട് നന്ദി കാട്ടിയില്ലെങ്കിൽ വായുവിനെ കൊടുങ്കാറ്റാക്കി മാറ്റും അല്ലാഹു തആല. വെള്ളം എന്ന അനുഗ്രഹത്തോട് നന്ദി നമ്മൾ കാണിച്ചില്ലെങ്കിൽ വെള്ളത്തെ പ്രളയമാക്കി മാറ്റും അല്ലാഹ്. മണ്ണെന്ന് പറയുന്ന ഭൂമിയിലെ വലിയ അനുഗ്രഹത്തോട് നന്ദി കാണിച്ചില്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാക്കും അല്ലാഹ്. നോക്ക്, അനുഗ്രഹത്തെ അദാബാക്കി തീർക്കാൻ ശക്തിയുള്ളവനാണ് പടച്ചവൻ. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. ഇന്ന് വയനാടിന്റെ പ്രശ്നം അതാ, കവളപ്പാട് പ്രശ്നമാ. ഇതൊക്കെ അനുഗ്രഹമാ. വായുവില്ലേ, വെള്ളമില്ലേ, മണ്ണുണ്ടല്ലോ, ഇതിലാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ വിചാരിക്കുമ്പോ ഇതൊക്കെ തന്ന പടച്ച തമ്പുരാനോരിത്തിരി നന്ദി കാണിക്കണം. അവന്റെ ശാസനകളെ മാനിക്കണം. അവന്റെ നിയമങ്ങളെ ലംഘിക്കരുത്, വെല്ലുവിളിക്കരുത്, വെറുതെ അത് ഇടിച്ചു നിരത്തരുത്. അതുപോലെ തന്നെ അശ്ലീലങ്ങളുടെ, ആഭാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രങ്ങളായി നമ്മുടെ മലമേഖലകൾ മാറരുത്. റിസോർട്ടുകൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു സുഹൃത്ത് വലിയ റിസോർട്ട് 90 കോടിയുടെ റിസോർട്ട് നടത്തുന്ന മുതലുടമയാ. ഒരു 12 റിസോർട്ടുള്ള വേറൊരു സുഹൃത്ത് എന്നോട് പറയുകയാ, അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറയാ, വയനാട്ട് റിസോർട്ടാ, ആണുങ്ങൾക്ക് മസാജ് സ്പാ എന്ന് എഴുതി വെച്ചതുകൊണ്ട് ആണുങ്ങൾ മസാജിങ്ങിന് വരുമ്പോൾ ലേഡീസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. വയനാട്ടില് ലേഡീസ് ഉണ്ടോ? ലേഡീസ് ഇല്ലെന്ന് പറഞ്ഞാൽ വായിലിരിക്കണ പൂര പുളിച്ച തെറിയാണ് പിന്നെ കേൾക്കുന്നത്. പിന്നെ എന്തിനാണ് നീ സ്പാ എന്ന് എഴുതി വെച്ചതെന്ന് പറഞ്ഞ് തെറിയും പറഞ്ഞു പോവുകയാണ് അത്രേ. വയനാടൻ മലമേഖലകളിലെ റിസോർട്ടുകളിൽ മസാജ്
മസാജ് ചെയ്യാൻ ആണിന് പെണ്ണ് തന്നെ വേണമത്രേ. അള്ളാഹു പൊറുക്കില്ല. അള്ളാഹു പാവപ്പെട്ട അവിടുത്തെ ദുരന്തത്തിൻ്റെതായ ആ പാവം ജനങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് എന്നറിയോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നമ്മൾ നന്ദി ചെയ്തില്ലെങ്കിൽ ഈ അനുഗ്രഹം എല്ലാം പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും. ഇതിന്റെ പേരിൽ നമ്മൾ തീ തിന്നേണ്ടി വരും. അവസാനം ഇത് നമുക്ക് കിട്ടിയ അനുഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ യാചിക്കേണ്ട ഗതികേട് വരും. ഇന്ന് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടല്ല. ആരോട്? ഈ രാജ്യത്തിനോട് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ രാജ്യത്തെ ഹിന്ദു ജനതയോട് നമ്മളൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളോട് നമ്മൾ ദ്രോഹം ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മുടേത് മാത്രമായ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കണമെന്ന തോന്നൽ ഈ ഗവൺമെന്റിന് വരാൻ കാരണം എന്താ? കയ്യിലിരിക്കുന്ന വഖഫും പള്ളിയും മദ്രസകളെയും ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ മദ്രസയും പള്ളിയും എന്നൊക്കെ പറഞ്ഞ എന്താ തീരുമാനിച്ചു വെച്ചേക്കുന്നത്? തൽക്കാലം മുക്രിക്ക്, അതുപോലെ തന്നെ ഉസ്താദുമാർക്ക്, മുദരിസമാർക്ക് ശമ്പളം കൊടുക്കുക, ഒരു പ്രാഥമിക മദ്രസ ഇങ്ങനെ നടത്തി പോവുക, അതൊക്കെ ഇങ്ങനെ സെൽഫ് പൈലറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായി മാറി. അതൊക്കെ തന്നെ പള്ളിയുടെ ജോലിയുള്ളൂ. അതിനപ്പുറത്ത് പള്ളിക്ക് അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ വീക്ഷണമില്ല. അതിനപ്പുറത്തേക്ക് പള്ളിക്ക് ഒരു ധർമ്മമില്ല. അതിനപ്പുറത്തേക്ക് പള്ളിക്ക് ഒരു ദൗത്യമില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചപ്പോൾ പള്ളി കൊണ്ട് ഉമ്മത്തിന് കിട്ടേണ്ട ഗുണം പോയി. പള്ളി കൊണ്ട് ഈ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് കിട്ടേണ്ടുന്ന ഗുണം പോയി. പടച്ചവൻ നമ്മുടെ കയ്യിൽ അനുഗ്രഹം തന്നിട്ട് അത് ഗുണമില്ലാതെ വെച്ചിരുന്ന തിരിച്ചെടുക്കൂലേ? ആരാ അങ്ങനെ ചെയ്യാത്ത? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഭൂമി ഏതെങ്കിലും ഒരാൾ ഒരു ഭൂമി അനാദ്യമായ ഒരു പൊതുസ്വത്താണെങ്കിൽ പോലും ആ പൊതുസ്വത്ത് വെറുതെ കിടക്കുന്ന പൊതുഭൂമിയിൽ ആരെങ്കിലും കൃഷി ചെയ്ത് അതിനെ സജീവമാക്കിയാൽ, ഇഹ്യാ ചെയ്താൽ, അതിനെ ജീവിപ്പിച്ചെടുത്താൽ ആ ഭൂമി അവനുള്ളതാണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഒരാള് നല്ലൊരു ഭൂമി കണ്ടപ്പോൾ അതിനോട് മോഹം പ്രകടിപ്പിച്ചു. അയാൾക്ക് ആ ഭൂമി മുഴുവൻ വിട്ടുകൊടുത്തു. പക്ഷെ ഉമറിന്റെ കാലം വന്നപ്പോ ആ ഭൂമി വെറുതെ തരിശായി കിടക്കുക, അയാൾ അതിൽ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഉമർ ചോദിച്ചു, ആ ഭൂമി ആരുടേതാണ്? വെറുതെ കിടക്കുന്നല്ലോ. അപ്പൊ പറഞ്ഞു, അദ്ദേഹം ഇന്നയാൾ ബിലാൽ എന്ന് പറയുന്ന ഒരു സഹാബിയുടേതാ. നമ്മൾ അറിയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അല്ല. അപ്പൊ പറഞ്ഞു, ആ ബിലാലിനെ വിളിക്കൂ. ബിലാൽ അടുത്തു വന്നു. നീ എന്താണ് ഈ കൃഷിഭൂമി വെറുതെ ഇട്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടല്ല, അതെനിക്ക് റസൂലുള്ള തന്നതാണ്. ആയിക്കോട്ടെ, റസൂലുള്ള ആർക്കും ചോദിച്ചാൽ കൊടുക്കുന്ന ആളാണെന്ന് നിനക്കറിയില്ലേ? റസൂലുള്ള ആര് ചോദിച്ചാലും തട്ടാറില്ലെന്നറിയില്ലേ? കണക്കും കയ്യുമില്ലാതെ കൊടുക്കും. പക്ഷെ നിനക്ക് ഭൂമി തന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ആഗ്രഹമുണ്ട്, അതിൽ നീ കൃഷി ചെയ്യുമെന്ന്. ആ കൃഷിയുടെ സക്കാത്ത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് പോകുമെന്ന്, അതിന്റെ ടാക്സ് ഖജനാവിലേക്ക് നീ അടയ്ക്കുമെന്ന്. പക്ഷെ നീ ഇതൊന്നും ചെയ്യാതെ പാഴാക്കിയിട്ടിരിക്കുക. നിനക്ക് പറ്റുന്ന അത്രയും ഭൂമി കൃഷി ചെയ്യുക, ബാക്കിയുള്ള ഭൂമി ഖജനാവിലേക്ക് ഞാൻ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഇതെനിക്ക് റസൂല് തന്നാന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു, മര്യാദയ്ക്ക് പറയുകയാണ്, ഇതെന്റെ തീരുമാനമാണ്. കൃഷി ചെയ്യാവുന്ന അത്രയും ഭൂമി നിലനിർത്തിക്കൊണ്ട് ബാക്കി ഖജനാവിലേക്ക് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ഭൂമി പോലും ഉപയോഗിച്ചില്ല എങ്കിൽ തിരിച്ചു പിടിക്കുക എന്നുള്ള ഇസ്ലാമിന്റെ നയം. അത് അള്ളാഹുവിന്റെ നയമാണത്. അതുകൊണ്ട് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, പടച്ച തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു അനുഗ്രഹവുമാകട്ടെ, സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കുമെന്നുള്ള ലൈൻ ശക്കർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹു അനുഗ്രഹം കൂട്ടിത്തരും. വലയിൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ കടുത്തതായിരിക്കുമെന്ന് ഓർത്തുകൊള്ളൂ എന്നുള്ള പറയാ. പടച്ചവന്റെ ശിക്ഷയാ സഹോദരങ്ങളെ. നമ്മളൊരു കാര്യം ഓർത്തോ, പണം കൊണ്ട് നമ്മൾ ദൂർത്തടിച്ചാൽ നമുക്കതിനകത്ത് അള്ളാഹു ശിക്ഷ തരും. ആരോഗ്യം കൊണ്ട് ദൂർത്തടിച്ചാൽ അതിൽ അള്ളാഹു ശിക്ഷ തരും. സൗന്ദര്യം കൊണ്ട് ദൂർത്തടിച്ചാൽ ശിക്ഷ തരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കണ്ടില്ലേ? ഗ്ലാമറിന്റെ ലോകത്ത് വെള്ളിത്തിരയിലെ മിന്നുന്ന താരങ്ങള് അവരൊക്കെ ഇന്ന് നാറുകയാണ്, നെട്ടോട്ടമോടുകയാണ് ജയിൽ ശിക്ഷയിൽ നിന്ന്. സൗന്ദര്യമായാലും ആരോഗ്യമായാലും സമ്പത്തായാലും ഏതനുഗ്രഹങ്ങളും ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് വരും ദുനിയാവിൽ തന്നെ. പിന്നെ ആഖിറത്തിലെ കാര്യം പറയണോ? അതുകൊണ്ട് നമ്മുടെ പള്ളികളും മഹലുകളും വെറുതെ ആർക്കെങ്കിലും അലങ്കാരത്തിന് വെച്ചോണ്ടിരിക്കാൻ വേണ്ടി അള്ളാഹ് അനുവദിച്ചിട്ടില്ല. അലങ്കാരത്തിന് വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ആളുകളുടെ അവരുടെ പദവിക്ക് മുതൽക്കൂട്ടാകാൻ വേണ്ടിയിട്ടൊന്നും പടച്ച തമ്പുരാൻ പള്ളിയെ തന്നിട്ടില്ല. അള്ളാഹുവിന്റെ നിഅമത്താണ്. ഇന്നമാ യഅ്മുറു, അള്ളാഹുവിന്റെ പള്ളി പടച്ചവന്റെതാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വല്ലാസാൽ റിജാലുൻ ലാ തുൽഹീഹിം
لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة. അല്ലാഹു പറയുന്നത് എന്താ? ഫീ ബുയൂത്തിൻ, ഒരു പറ്റം ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളിൽ, അതിനല്ലാഹു അൻ തുർഫഅ, ആ ഭവനങ്ങളെ പണിതൊടുയർത്തിക്കൊള്ളൂ എന്ന് അല്ലാഹു കൺസെന്റ് കൊടുത്ത, അല്ലാഹു അനുവദിച്ച ഭവനങ്ങൾ. പള്ളികളെ കുറിച്ച് പറയുന്ന, പള്ളി പണിയാൻ അള്ളാഹുടെ അനുമതിയാ വേണ്ടത്. നമ്മളൊരു കെട്ടിടം പണിയാൻ സർക്കാരിന്റെ അനുമതി മേടിക്കുന്ന പോലെ പള്ളി പണിയേണ്ടത് പടച്ചവന്റെ അനുമതിയോട് കൂടിയാ. പള്ളി പണിയാൻ നേരത്ത് റബ്ബേ നീ പള്ളി നല്ല നിലയിൽ പണിയാനും അത് ഭംഗിയായി നടത്താനും അനുഗ്രഹിക്കണേ അല്ലാ എന്ന് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് വേണം പള്ളി പണിയാൻ. അല്ലാതെ പള്ളി വലിയ കൊമ്പുള്ള പള്ളി, വലിയ ആർഭാടകരമായ പള്ളി, അവസാന നാളിന്റെ അടയാളമാണോ എന്ന് പറയുന്ന പള്ളി, അങ്ങനത്തെ കുറെ പള്ളികൾ പണിതു കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അവസാന നാളിന്റെ അടയാളത്തെ കുറിച്ച് പറഞ്ഞു. ചില പള്ളികൾ ഉണ്ടാകും, മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ, ഘനഗംഭീരമായ സൗധങ്ങളായി പള്ളികൾ അന്ത്യനാളിൽ മാറും. വഹിയ ഖറാബും മിനൽ ഹുദാ, സന്മാർഗത്തിൻ്റെതായ ഒരു പ്രവർത്തനവും ആ പള്ളികളിൽ അരങ്ങേറുകയില്ല. നല്ല പണിയൊന്നും നടക്കൂല. കുറെ പള്ളികൾ മാത്രം കാണും, കുറെ മുനാറകൾ കാണും, വലിയ നെടുനെടുങ്ങൻ പള്ളികൾ, കണ്ടാലൊന്ന് കയറിയിരിക്കാൻ കൊതി തോന്നുന്ന, പക്ഷെ കയറിയിരിക്കാൻ ആളൊന്നും കാണൂല. മനസ്സിലായില്ലേ? ഹറമ് പോലെ കെട്ടിപ്പൊക്കിയ പള്ളി, ഹറമ് നിറഞ്ഞു വഴിഞ്ഞൊഴുകുകയാണ്. പക്ഷെ ഇവിടെ ഒരു ദിക്ർ ചൊല്ലുന്നയാൾ, ഒരു നിസ്കാരക്കാരൻ, കഴിഞ്ഞ ദിവസം കടന്നു പോയപ്പോ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ പോയി ഒരു പള്ളി കയറി നിസ്കരിച്ചു. ആ പള്ളിയുടെ കൗതുകം കൊണ്ട് വല്ലാതെ ഇങ്ങനെ കുളിർക്ക നോക്കി നിന്ന് പോയി. എന്നിട്ട് ആ പള്ളിയുടെ അകത്തുനിന്ന് കയറിയിട്ട് ഇറങ്ങാൻ വേണ്ടി തോന്നിയില്ല. പക്ഷെ അവിടെ നോക്കിയപ്പോ മൂലയ്ക്ക് ഒരു പാവം മനുഷ്യൻ ഒരു തസ്ബീഹ് പിടിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓർത്തു, പടച്ചവനെ, ഈ ഒരു മനുഷ്യൻ മാത്രം കൊണ്ട് ഈ പള്ളിയുടെ ഹക്ക് വീടുകയാണല്ലോ. ആർക്കും കയറിയാൽ ഇറങ്ങാൻ തോന്നാത്ത ഹർമ്യങ്ങളെ പോലെ പള്ളികൾ പണിതു വെച്ചിട്ട് അതിനകത്തൊന്നും നടക്കാതെ പോകുന്ന ഒരു ദുരന്തം വരരുത്. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വേണം പള്ളി പണിയാൻ. ഇന്നിപ്പോ നമ്മുടെ പള്ളി പലപ്പോഴും പണിയുന്നത് പലപ്പോഴും സംഘടനാ താല്പര്യത്തിന് വേണ്ടി, പാർട്ടി താല്പര്യത്തിന് വേണ്ടി, മുതലാളിമാരുടെ പ്രൗഢിക്ക് വേണ്ടി, പത്രാസിന് വേണ്ടി. മസാജിദുഹും, അവന്മാരുടെ പള്ളികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പള്ളികൾ അവന്മാരുടെ ആകാൻ പാടില്ല, അള്ളാഹുടെ പള്ളി എന്ന്. അള്ളാഹ് പള്ളി എപ്പോഴും അള്ളാഹിലേക്ക് ചേർത്താ പറയുന്നത്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ്, നല്ല പള്ളി അള്ളാഹുടെ പള്ളിയാ. പക്ഷെ അവസാന നാളാകുമ്പോൾ വലിയ പള്ളിയാകും. പള്ളിയിൽ നടക്കേണ്ടതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞ പള്ളി എന്താ? മസാജിദുഹും, അവന്മാരുടെ പള്ളി. നമ്മുടെ പള്ളി അവന്മാരുടെ പള്ളിയാണോ? കുറെ ആളുകൾ തങ്ങളുടെ അവകാശം നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ പ്രൗഢിയും പത്രാസും തന്റെ പദവിയും നിലനിർത്താൻ വേണ്ടി എവിടെയെങ്കിലും പള്ളി ഞങ്ങളുടെതെന്ന് പറഞ്ഞ് പള്ളിയിൽ നടക്കേണ്ട പരിപാടികളൊന്നും നടക്കാതെ, പള്ളിയോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ ആരെങ്കിലും കൊണ്ടു നടക്കുന്നെങ്കിൽ മസാജിദുഹും, അത് അവന്മാരുടെ പള്ളിയാ, അള്ളാഹുടെ പള്ളിയല്ല. അള്ളാഹ് പള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മസാജിദുൽ ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹത അദീമി സമാ എന്നും കൂടെ അതിന്റെ കീഴിലുണ്ട്. അതൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് പറയാൻ മടിയാണ്. അവന്മാരുടെ ഉലമാക്കൾ, അവന്മാരുടെ പണ്ഡിതന്മാർ ശർറു മൻ തഹത അദീമി സമാ, ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും വൃത്തികെട്ട ജന്തുക്കളായിരിക്കും കൂടെ ഉണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ ആ കൂട്ടത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? അപ്പോ പള്ളികൾക്ക് പള്ളിയുടെ ജോലിയുണ്ട്. അത് നന്നായി നോക്കാനും നടത്താനും അർഹതയുള്ള ആളുകൾ അത് ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിച്ചാൽ അള്ളാഹു ആ ഒരൊറ്റ കാരണത്തിന്റെ, ആ അനുഗ്രഹത്തോട് നന്ദി ചെയ്ത ഒറ്റ കാരണം കൊണ്ട് ആ നാടിൽ മുഴുവൻ അള്ളാഹു നന്മ വരുത്തുന്ന നല്ല ഒരു പള്ളി, നന്മ നിറഞ്ഞ പള്ളി, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും അവരുടെ മനസ്സിനെ കോർത്തിണക്കുന്ന പള്ളി, എല്ലാവരുടേതുമായ പള്ളി, എല്ലാവർക്കും സന്തോഷത്തോടെ വന്ന് കയറി ഇറങ്ങാവുന്ന, ആരാധിക്കാവുന്ന, പരസ്പരം കണ്ട് പുഞ്ചിരി കൈമാറാവുന്ന, സലാം കൈമാറുന്ന, ഹസ്തദാനം ചെയ്യുന്ന അങ്ങനത്തെ ഒരു പള്ളി, നല്ലൊരു പള്ളി ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ പള്ളി ആ നാടിന്റെ മുഴുവൻ അനുഗ്രഹത്തിനും കാരണമാകും. അതേസമയം പള്ളികൾ അങ്ങനെ അല്ലാതെ വഖഫിന്റെ ഭൂമികൾ അന്യാധീനപ്പെട്ട് അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാതിരുന്നാൽ ആ പള്ളികൾ ആ നാട്ടുകാർക്കും സമൂഹത്തിനും അതൊരു ബാധ്യതയായി മാറുമെന്ന്, അദാബിന് കാരണമാകുമെന്ന്. മനസ്സിലായോ? അപ്പൊ യഥാർത്ഥത്തിൽ പള്ളികൾ എങ്ങനെയാണ് പള്ളികൾ ഉണ്ടാക്കേണ്ടത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, പള്ളി പണിയാൻ അള്ളാഹുടെ കൺസെന്റ് വേണം. നിങ്ങൾക്കറിയോ, പള്ളി പണിയാൻ വല്ലവരുടെയും ഗവൺമെന്റിന്റെ വേറൊരു കൺസെന്റ് വേണമെന്ന് ആരെങ്കിലും ഇതുവരെ വിചാരിച്ചിട്ടുണ്ടോ? പള്ളി പണിയാൻ അള്ളാഹുടെ കൺസെന്റ് വേണം. പള്ളി പണി തീർന്നാലോ, പള്ളി പണി തീർന്നു ഗംഭീരമായി പള്ളി പണി കഴിപ്പിച്ച് പൂർത്തിയാക്കിയ പിന്നെ വേണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവേ, ഞാൻ പള്ളി പണിതു പടച്ചവനെ, ഈ പള്ളിയുടെ ഉത്തരവാദിത്വം ഇനി എന്റെ ചുമതലകളിലാണല്ലോ, അത് ഭംഗിയായി കൊണ്ടു നടക്കാൻ നിർവഹിക്കാൻ റബ്ബേ നീ എന്നെ അനുഗ്രഹിക്കണമേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം
അള്ളാഹു കൽപ്പിച്ചിട്ട് അള്ളാഹു അനുവദിച്ചിട്ടാണ് പള്ളി പണിതത് പരിശുദ്ധ കഅബ. നിങ്ങൾക്കറിയാം, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്ത്, ഈ ലോകത്തെ ആദ്യത്തെ ഭവനം, വുളിഅ ലിന്നാസ്, മനുഷ്യരാശിക്ക് വേണ്ടി സ്ഥാപിതമായ ഭവനം, മുഴുവൻ മനുഷ്യർക്കും. മനുഷ്യനൊരു വിലക്കുമില്ലാത്ത, കറുത്തവൻ എന്ന് വെളുത്തവനെന്ന്, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ, പണ്ഡിതനെന്നോ പാമരനെന്നോ, ഭരണാധികാരിയെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾക്കും ഉള്ള പള്ളിയായി അള്ളാഹു ഈ ലോകത്ത് ആദ്യം പണിത ഭവനമാണ് കഅബ. അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ, അനുഗ്രഹീതമാണത്. വഹുദൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും സന്മാർഗവും അവിടെ നിന്നാണ്. എല്ലാ സന്മാർഗവും. കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, സർവ്വകരുതി നടത്തരുത്, അതുപോലെ തന്നെ ആരെയും ആക്രമിക്കരുത്, സക്കാത്ത് കൊടുക്കണം, 5 നേരം നമസ്കരിക്കണം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കണം, അങ്ങനെ ഉദാരനാകണം, ദാനധർമ്മം ചെയ്യണം. ഇങ്ങനെ ലോകത്തെ നന്മയായി നമ്മൾ കണക്കാക്കുന്ന മാനവിക മൂല്യങ്ങളായി മാനവരാശി പരിഗണിക്കുന്ന മുഴുവൻ നന്മകളുടെയും സ്രോതസ്സുറവിടം പരിശുദ്ധ കഅബയാണ്. ഉച്ചനീചത്വങ്ങൾക്ക് അതീതമായി, വംശീയതയ്ക്കെതിരായി ഈ ലോകത്ത് മനുഷ്യന് വേണ്ടി ഇന്നും നിങ്ങൾക്കറിയാലോ, ലോകത്ത് മുഴുവൻ വംശീയത തിമിർത്താടുകയാണ്. കറുത്തവൻ വെളുത്തവൻ, ജാതി ഭേദം. നമ്മുടെ രാജ്യമൊക്കെ ജാതിയെ അതിജീവിച്ചിട്ട് വീണ്ടും ആ പ്രാകൃതമായ ജാതി സമ്പ്രദായത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്രയേലിന്റെ വംശീയത ലോകത്തെ നശിപ്പിക്കുകയാണ്. അമേരിക്കയും വംശീയത, യൂറോപ്യൻ വള്ള വംശീയത ലോകത്ത് തിമിർത്താടുകയാണ്. പക്ഷേ ഇത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പണിത പരിശുദ്ധ കഅബ ഇന്നും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജറുൽ അസ്വദിൽ പോയി ആദ്യം ഇപ്പൊ മുത്തിയത് ആരെന്നറിയോ? സോമാലിയക്കാരൻ, കറുത്തവനാണ്. അവനോട് മത്സരിച്ചുകൊണ്ട് മുത്താൻ വേണ്ടി അടുത്തതായിട്ട് നിൽക്കുന്ന അറേബ്യക്കാരനായ നല്ല ചുമന്ന അറബിയ. അത് കഴിഞ്ഞാൽ വെള്ളക്കാരനാണ്, യൂറോപ്യനാണ്. ഒരേ ലോകത്ത് ഒരു സമയത്ത് ഒരമൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരമല് ഹജറുൽ അസ്വദിൽ മുത്തല. ഒരാളെ ഭൂമിയിൽ അത് ചെയ്യുള്ളൂ. അത് ചെയ്യുന്ന സമയത്ത് എന്തിനെന്നറിയോ? അവിടെ തന്നെ എല്ലാവരുടെയും ചുണ്ട്, കറുത്തവൻ ചുണ്ട് വെച്ചെടുത്ത് അവിടെ തന്നെ വെള്ളക്കാരന്റെ ചുണ്ട് അടുത്തത് വരണം, അതിന്റെ പുറകെ അടുത്ത കറുത്തവന്റെ വരണം, ചുമന്നവന്റെ വരണം. അള്ളാഹു മാനവരാശിയുടെ വംശീയതയുടെ, ജാതീയതയുടെ എല്ലാ വേലിക്കെട്ടുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് 14 നൂറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച പരിശുദ്ധമായ ഭവനമുണ്ടല്ലോ, ആ ഭവനമാണ് ലോകത്തെ പള്ളികളുടെ ആഗോള പാർലമെന്റ്. ആഗോള പാർലമെന്റ്. ഇന്നും ഒരുപാട് കുറവ് നമുക്ക് സൗദി അറേബ്യക്കാരെ ഭരണാധികാരികളെ കുറിച്ച്, അവർ ദീനിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. എന്നാലും ഇന്നും ആ പരിശുദ്ധ ഭവനം എല്ലാവർക്കും ഒരു അതിർവരമ്പുകളും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുക, രാപ്പകൽ ഭേദമില്ലാതെ. നിങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോകുമല്ലോ, ഹജ്ജിന് പോകുമല്ലോ. പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യാ? ഒന്ന് പോയേച്ച് തിരിച്ചു വന്നാൽ പിന്നെയും പോകാതിരിക്കാൻ പറ്റില്ല. എന്താണ് അതിന്റെ സന്തോഷം? ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 40 ദിവസം ഹജ്ജിന് പോയാൽ നാട് മറന്ന്, വീട് മറന്ന്, ഭാര്യയെ മക്കളെ പോലും മറന്നു പോകുന്ന ഒരാത്മീയമായ സ്വാതന്ത്ര്യബോധത്തിന്റെ അനുഭൂതിയുടെ തണലിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വൃത്തിയുള്ള, ശുദ്ധിയുള്ള, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ഭവനമായി പരിശുദ്ധ കഅബ നിലനിൽക്കുന്നെങ്കിൽ ലോകത്തെമ്പാടുമുള്ള പരിശുദ്ധമായ കഅബാലയത്തിന്റെ പ്രാദേശിക ലോക്കൽ യൂണിറ്റുകളുടെ പേരാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. പരിശുദ്ധ കഅബ എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത്, അത് ഓരോ നാട്ടിലുമുള്ള പള്ളികൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കഅബയുമായിട്ടുള്ള അതിന്റെ കണ്ണി പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ആ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും മുസ്ലിങ്ങൾ നിസ്കരിക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്ന ഐക്യമാണ്. ഏത് മുസ്ലിമും ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ആയിക്കോട്ടെ, അവനെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിക്കുക. പള്ളി ഈ ലോകത്ത് നിർവഹിക്കുന്ന മാനവിക ഏകീകരണത്തിന്റെ അഭൂതപൂർവവും അത്ഭുതകരവുമായ മഹാദൗത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. 5 നേരം ഇപ്പൊ മഗ്‌രിബിന് സമയമായി വരിക, നമ്മളെല്ലാവരും ഏക മനസ്സോടുകൂടി നമ്മൾ കടന്നു പോയിട്ട് ഒരൊറ്റ ദിശയിലേക്ക് മനസ്സ് തിരിച്ച് നമ്മൾ വെക്കുമ്പോ, നമ്മൾ മാത്രമല്ല ലോകത്ത് 200 കോടി മനുഷ്യൻ ആ കഅബയിലേക്ക് അവന്റെ മനസ്സും മുഖവും തിരിച്ചു വെക്കുകയാ. അത്രയും മാനവരാശിയെ ആ പരിശുദ്ധമായ ഭവനം ഒന്നിപ്പിക്കുമ്പോൾ ആ ഭവനം ഒന്നിപ്പിക്കലിന്റെ കേന്ദ്രമായി മാറണം, ഭിന്നിപ്പിക്കലിന്റെ കേന്ദ്രമായി മാറരുത്. മാറിയാൽ
ഓർത്തോളൂ, പള്ളി കൊണ്ടുള്ള അദാബുകളാണ് ഇന്ന് ഇന്ത്യയും കേരളവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയും വഖഫും മദ്രസയും പിടിച്ചെടുക്കപ്പെടുന്നു. കാരണം എന്താ? പള്ളിയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല. പള്ളിയുടെ വികസനത്തിന് വേണ്ടി ശരിയായ നിലയിൽ ചിലയിടങ്ങളിലൊക്കെ വല്ലാതെ വികസനം നടത്തുന്നുണ്ട്. പക്ഷേ വികസനം മാത്രം, ഭൗതികമായ വികസനം മാത്രം, അതോടൊപ്പം തന്നെ അതിന്റെ ശരിയായ പരിപാലനവും ആദർശപരമായ അതിന്റെ സംരക്ഷണവും അത് ശരിയായ നിലയിൽ നിർവഹിക്കപ്പെടാതെ പോകുന്നു. ഇതെല്ലാം പള്ളി പരിപാലിക്കുന്നവർ കാണിക്കുന്ന ക്രൂരമായ അനാസ്ഥയാണ്. അതിന്റെ പേരിൽ അവർ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ ഗൗരവപൂർവ്വം ഓർത്തുകൊള്ളണം. അല്ലാഹു തആല പറയുകയാണ്, പള്ളികൾ ഇത്രയും വലിയ ലക്ഷ്യം നിർവഹിക്കേണ്ട പള്ളിയാ. പരിശുദ്ധമായ കഅബാലയം ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദൗത്യമാണ് ഓരോ നാട്ടിലെയും പള്ളികൾ നിർവഹിക്കേണ്ടത്. ലോകത്തെ ഏത് കോണിൽ നിന്ന് വരുന്ന ആർക്കും വേണ്ടി ഏത് നിമിഷവും 24 മണിക്കൂറും തുറന്നു കിടക്കുന്നതാ പള്ളി. ഇന്നിപ്പോ നമ്മുടെ സ്വാർത്ഥം വർദ്ധിച്ചപ്പോ, നമ്മുടെ സ്വഭാവം ഗുണമൊക്കെ മാറിയപ്പോ വഖത്ത് കഴിഞ്ഞാൽ പള്ളി കൂട്ടുന്ന സ്വഭാവത്തിലേക്ക് വന്നു. രാത്രി പള്ളി തുറക്കുന്ന കാര്യമായിട്ട് പറയാനും പറ്റില്ല. പക്ഷേ ലോകത്തെ കഅബ എന്ന് പറയുന്ന പള്ളി ലോകത്ത് എന്നും മനുഷ്യൻ ആരവരാശിക്ക് തുറന്നു കിടക്കുന്ന പോലെ എന്നും തുറന്നു കിടക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ പള്ളികൾ മാറാത്തത് നമ്മുടെ പള്ളിയുടെ വലിപ്പവും വിലയും മനസ്സിലാകാത്തതിന്റെ പേരിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മൂത്രപ്പര പൂട്ടിയിടുന്ന, കക്കൂസ് പൂട്ടിയിടുന്ന ആളുകളെ പോലും കാണാൻ പറ്റും. പള്ളിയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷമായി അനുഭവിക്കാൻ കഴിയുന്ന സാധ്യമായത്ര മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മുഴുവൻ ആളുകളെയും വീണ്ടും വീണ്ടും വരാൻ സ്വാഗതം ചെയ്യുന്ന സ്വഭാവമാണ് പള്ളിക്ക് ഉണ്ടാക്കേണ്ടത്. അല്ലാഹു തആല അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, പള്ളി ആരാ പരിപാലിക്കണ്ടേ? പള്ളി പണിയാൻ അല്ലാഹുവിന്റെ അനുമതി വേണം. പള്ളി പണിത് പൂർത്തിയാക്കിയാൽ അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളി പണിതിട്ട് ആരാ പറഞ്ഞ പള്ളി പണിയാൻ കഅബാലയം? അല്ലാഹു പറഞ്ഞതാ. ഇബ്രാഹിമാണ് നബിയാണ്, ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന ലോക മാനവികതയുടെ മഹാപിതാവാണ്. ക്രൈസ്തവനും ജൂതനും മുസൽമാനും എല്ലാം ആദരിക്കുന്ന, ഹിന്ദുവും ആദരിക്കുന്ന ബ്രഹ്മാവ് ഇബ്രാഹിമിൽ നിന്നാണ് അത് വന്നതെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്രാഹിമിന്റെയും ബ്രഹ്മാവിന്റെയും പദങ്ങളൊക്കെ ഒന്നാണ്, അത് ഒരുമിച്ച് വന്നതാണെന്ന് പോലും പറയുന്നുണ്ട്. അങ്ങനെ സർവാദരണീയനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിതിട്ട് തന്റെ പൊന്നുമോനെ കൂട്ടുപിടിച്ച് പണിത ആ പണി നടക്കുന്ന സമയത്ത് അദ്ദേഹം ചവിട്ടി നിന്ന മഖാമ ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല് ഭിത്തിയുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് തനിക്ക് വേണ്ടി ഉയർന്നു കൊടുത്ത, അത്ഭുതം സൃഷ്ടിച്ച ആ പരിശുദ്ധമായ കഅബാലയം പണിതിട്ട് അല്ലാഹുവിനോട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. നീ പറഞ്ഞിട്ടാ ചെയ്തത്. ഞങ്ങൾ ആവോളം നിനക്ക് വേണ്ടി നിസ്വാർത്ഥമായി ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളുടെ കഴിവ് പോലെ ഞങ്ങൾ ഇത് ചെയ്തു. നീ ഒന്ന് സ്വീകരിക്കണം പടച്ചവനെ. നീ സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ നഷ്ടത്തിനും അത് വലിയ ശിക്ഷയ്ക്കും അദാബിനും കാരണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളികളും മദ്രസകളും അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു പോയതിന്റെ കാരണമായി ഇന്ന് നമ്മുടെ പള്ളികൾ പിടിച്ചെടുക്കാൻ വഖഫ് ഭേദഗതി ബില്ല്, നമ്മുടെ മദ്രസകൾ പിടിച്ചെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് മദ്രസകളെല്ലാം നിർത്തിയാല് കണ്ടില്ലേ? ഇതെങ്ങനെയാ പൊടുന്നനെ ഇങ്ങോട്ട് വരുന്നേ? പള്ളിയും മദ്രസയും അതിന്റെ ധർമ്മവും ദൗത്യവും നിർവഹിച്ചില്ലെങ്കിൽ അത് തന്നെ സംഭവിക്കും. പള്ളി ഭരിക്കുന്നവർക്ക് പള്ളി ഭരിക്കാനുള്ള ക്വാളിറ്റി ഇന്നുണ്ടോ? നിങ്ങൾക്കറിയാവോ, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാ വരുന്നേ. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പള്ളിയുടെ പ്രസിഡന്റ് ഒരു സിനിമാ സംവിധായകനാണ്. അബ്കാരി കോൺട്രാക്ടർമാർക്കും വേണമെങ്കിൽ നമ്മുടെ പള്ളി ഭരിക്കാം. ആള് നാട്ടിലെ മുതലാളി അയച്ചാൽ മതി. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ പള്ളിയുടെ ധർമ്മത്തിനോട് നീതി പുലർത്താൻ പറ്റുമോ? പണമല്ല മാനദണ്ഡം അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ എന്ന് തീരുമാനിക്കാൻ ആ നാട്ടിലെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ആരാണ് തങ്ങളുടെ പള്ളി പരിപാലിക്കേണ്ടത് അല്ലാഹു പറഞ്ഞതുപോലെ എന്ന് തീരുമാനിച്ച അത്തരക്കാരായ ആളുകളെ പള്ളി പരിപാലനത്തിൽ വീഴ്ച വരുത്തുകയില്ല എന്നുറപ്പുള്ള ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്തില്ല എങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യനാളിലും അടിയുറച്ച വിശ്വാസമുള്ളവർ മാത്രം അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ വന്നാൽ മതി. നമസ്കാരമില്ലാത്ത പള്ളി കമ്മിറ്റിക്കാരനുണ്ടത്രേ. പലയിടത്തും കേൾക്കുന്ന വർത്താന, നമസ്കാരമില്ലാത്ത പള്ളി കമ്മിറ്റിക്കാരുണ്ടെന്ന്. അതിനപ്പുറത്ത് കള്ളുകുടിയൻ പള്ളി കമ്മിറ്റിക്കാരനുണ്ടെന്ന്, പെണ്ണുപിടിയനുണ്ടെന്ന് പള്ളി കമ്മിറ്റിയിൽ. അങ്ങനെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായെങ്കിൽ അതിന്റെ അതാവ് ആ നാട് മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അവൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ അത്തരക്കാരൊരാൾ അല്ലാഹുവിന്റെ പള്ളിയുടെ പരിപാലന ചുമതലയിലേക്ക് കടന്നു വരാൻ കാരണക്കാരാ നാട്ടുകാരാണ്.
ഉറപ്പായിട്ടും അയാൾ മാത്രമല്ല അതിന്റെ വില കൊടുക്കേണ്ടി വരിക. ആ നാട്ടുകാർ മുഴുവനാണ്. അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കേണ്ടതുപോലെ വഖഫിന്റെ ഭൂമി കൊണ്ട് ഈ ലോകത്ത് നിർവഹിക്കേണ്ടുന്ന ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ? ആ ദൗത്യങ്ങളൊക്കെ ഈ ലോകത്ത് വഖഫിന്റെ പേരിൽ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. പള്ളിയും മദ്രസയും നടത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനെല്ലാം അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിക്ക് വഖഫിന്റെ ഭൂമി ഉണ്ടെങ്കിൽ അതിനകത്ത് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതിനകത്ത് വരണം. അതുപോലെ തന്നെ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പ്ലാന്റേഷനുകൾ വെച്ച് പിടിപ്പിക്കണം, നാടിനും സമൂഹത്തിനും വേണ്ടി വിട്ടുകൊടുക്കണം. സാധിക്കുമെങ്കിൽ നദി ഒഴുക്കി കൊടുക്കണം, കനാലുകൾ ഒഴുക്കി കൊടുക്കണം. അതിലൂടെ അല്ലെങ്കിൽ കിണർ കുഴിച്ച് പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കണം. ഏതെങ്കിലും ഒരു പള്ളിയുടെ വഖഫ് ഭൂമിയിൽ ഒരു കിണർ കുഴിച്ചിട്ട് പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തത് കേരളത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ നമ്മൾ പള്ളിയുടെ വഖഫിനെ കുറിച്ച് മനസ്സിലാക്കിയത്? എന്താ മനസ്സിലാക്കിയത്? അത് മുസ്ലിമിന് മാത്രമാണ്, ആ മുസ്ലിമിനും പോലും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു കിണർ കുഴിച്ച് നാട്ടിൽ ജലക്ഷാമമുണ്ടെങ്കിൽ, ജലസമൃദ്ധിയുള്ള ഒരു സ്ഥലമാണ്, മണ്ണാണ് പള്ളിയുടേതെങ്കിൽ, അവിടെ കിണർ കുഴിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് മുഴുവൻ വെള്ളമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് വിട്ടു കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പള്ളിയോട് വഖഫിനോട് അതിനുശേഷം പറയുന്ന മൻബന മസ്ജിദ്, ആര് പള്ളി നിർമ്മിച്ചോ എന്ന് പറയുന്നത്. പള്ളി നിർമ്മാണം പറയേണ്ടത് പുറകെയാ. അതിനേക്കാൾ മുമ്പേ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പടച്ചവന്റെ പ്രീതിയും പരലോകത്ത് കണക്ക് പറയേണ്ടി വരുമെന്ന ബോധമില്ലാത്ത ഒരാളെങ്കിലും പള്ളി കമ്മിറ്റിയിലേക്ക് കയറിയിരിക്കുകയും ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ അവരെ ഏൽപ്പിച്ചതുപോലെ ശരിയായ സമയത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തി, അതുപോലെ തന്നെ കണക്കുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് കണക്കുകൾ അവരുടെ മുമ്പിൽ ബോധിപ്പിച്ചതിന്റെ സുതാര്യത ഉറപ്പുവരുത്തി, ഇനിയും എന്താണ് നമ്മുടെ മഹലിന് ആവശ്യങ്ങളെന്ന് പൊതുജനങ്ങളോട് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് അവർ നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് നേതൃത്വം നൽകാതെ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാരൻ ഏതെങ്കിലും ഒരു മഹലിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അദാബിന് അർഹനാണ്. അവരെ അതിൽ കയറ്റി വെച്ച നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ വളരെ വൈകാതെ നമ്മൾ അറിയാതെ ശിക്ഷകൾ കയറി വരും. പള്ളി നമ്മുടെതല്ലാതായി മാറും, മദ്രസ നമ്മുടെതല്ലാതായി മാറും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ മക്കളും നമ്മുടെ ഭാവി തലമുറയും അള്ളാഹുവിനെ അറിയാതെ കുഫറിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുകയും ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരായി നാളെ തീരുകയും ചെയ്യുന്ന വിധത്തിൽ പള്ളിയോട് കാണിക്കുന്ന അനാസ്ഥയ്ക്ക് നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും കണക്ക് പറയേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്നവൻ, ബാങ്ക് ഭരിക്കുന്നവൻ വരരുത്. ബാങ്ക് ഭരിക്കുന്നവൻ എന്തായാലും വരരുത്. വളരെ കൃത്യമാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവരാ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കും ബാങ്ക് ഡയറക്ടർ പോകൂല. കാരണം അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. അങ്ങനെയുള്ള ഒരാൾ പള്ളി ഭരിക്കാൻ അവകാശമില്ല, അള്ളാഹ് പറയാ. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരാളെ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അയാളല്ല ഉത്തരവാദി, ഒന്നാം പ്രതി അവരെയാളെ വെച്ചയാളാണ് എന്നുള്ള ഓർമ്മയോടുകൂടി നമ്മുടെ പള്ളികളുടെ പരിപാലനത്തിന് ഉത്തരവാദിത്വം. 5 നേരത്തെ നമസ്കാരം, ഇത് 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹ് പറയാ. ഇത് പറയുമ്പോൾ പള്ളി പരിപാലിക്കുന്ന ആളുകൾ അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വാസം ഇല്ലാത്ത ഒരുത്തനുമില്ല. നിസ്കാരമില്ലാത്ത സഹാബാക്കൾ ആരെങ്കിലും ഉണ്ടോ? താബിഈങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കപട വിശ്വാസികൾ പോലും ജമാഅത്ത് മുടക്കൂല കാലത്ത്. എന്നിട്ടും പറയാം അഖാമസ്സലാ, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാത്ത ഒരു കമ്മിറ്റിക്കാരൻ പള്ളി പരിപാലിക്കാൻ ഉണ്ടാകാൻ പാടില്ല. അവൻ എന്തെല്ലാം ജനസേവന പ്രവർത്തനങ്ങളിൽ പള്ളിയുടെ പേരിൽ നടത്തിയാലും ശരി, നിസ്കാരം കൃത്യമായ സമയത്ത് പള്ളിയുടെ അടുത്ത് ജമാഅത്തായ നമസ്കാരത്തിന് വന്ന് നമസ്കരിക്കാവുന്ന അകലത്തിലാണ് അവന്റെ വീടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത അകലത്തുള്ള പള്ളിയിൽ പോയി ഇമാമിന്റെ തൊട്ടുപിറകിൽ പ്രസിഡന്റ് നിസ്കരിക്കുന്നില്ലെങ്കിൽ, ജനറൽ സെക്രട്ടറി നിസ്കരിക്കുന്നില്ലെങ്കിൽ, ഖജാൻജി ജമാഅത്ത് മുടക്കി മാറി നിൽക്കുകയാണ് പള്ളിയിൽ എത്തിച്ചേരാൻ സൗകര്യമുണ്ടായിട്ടെങ്കിൽ അവൻ പള്ളി ഭരിക്കാൻ അവകാശമില്ലാത്തവനാണെന്ന് പറയുന്നത് അല്ലാഹ്. പക്ഷേ അവനെ പള്ളിയുടെ ഭരണാധികാരിയായിട്ട് കയറ്റി വെച്ചത് അള്ളാഹുടെ ആളുകളാന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായ നമ്മൾ. ആരെ അള്ളാഹ് അദാബ് ചെയ്യേണ്ടത്? അനുഗ്രഹത്തോട് നന്ദികേട് കാണിച്ചതിന്റെ പേരിൽ ആരെയാണ് അള്ളാഹ് ശിക്ഷിക്കേണ്ടത്? ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയോടും മദ്രസയോടും കാണിക്കുന്ന അനാസ്ഥയ്ക്ക് അദാബുകൾ വരുമെന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ പറയുമ്പോ എന്ത് അദാബ് വരാനാ? അദാബ് വന്നതിന്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പള്ളിയുടെ മുതലുകളിൽ കൈയിട്ട് വാരിയവർ, പള്ളിയുടെ സ്വത്തിനോട് അനാസ്ഥ കാണിച്ചവർ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ അനുഭവസ്ഥരായ ഒരുപാട് പേരുണ്ട്. ഒരു ദുനിയാവിൽ തന്നെ ഏതാണ്ടൊക്കെ അനുഭവിച്ചിട്ടല്ലാതെ അങ്ങോട്ട് പോയ കഥ ഞങ്ങൾക്ക് ആർക്കും പറയാനില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. എന്ന് മാത്രമല്ല, അത്തരക്കാരായ ആളുകളെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തതിന്റെ ദുരന്തഫലമായി ആ ജനങ്ങൾ ഇന്ന് അനുഭവിക്കാൻ പോകുന്ന അവരുടെ പള്ളി തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ പെട്ടെന്ന് വഴിമാറി വരുന്നത്. അതുകൊണ്ട് പള്ളിയും മദ്രസയും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. എന്തായിരിക്കും നമ്മുടെ
നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? അഖാമ സ്വലാത്ത വആത സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നയാള് പള്ളി മുതലേ കൈയിട്ട് വരുമോ? ഇപ്പൊ ആളുകൾ പറയുന്നത് പള്ളിയുടെ മുതലേ കൈയിട്ട് വരുന്ന കമ്മിറ്റിക്കാരുണ്ട്. നട സക്കാത്ത് കൊടുക്കുന്ന ഒരാൾ പള്ളി മുതലേ കൈയിട്ട് വരുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിങ്ങൾ ഈ മാനദണ്ഡം പരിഗണിച്ചില്ലല്ലോ പള്ളി കമ്മിറ്റിക്കാരനെ തെരഞ്ഞെടുത്തപ്പോ. പള്ളിയുടെ ഡോക്യുമെന്റ് ഇന്നത്തെ കാലത്ത് പ്രത്യേകമാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ നിലയിൽ പള്ളിയുടെ ആധാരങ്ങൾ, ഡോക്യുമെന്റുകൾ അതൊക്കെ വളരെ കൃത്യമായ നിലയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് കൈവശം സൂക്ഷിച്ചുകൊണ്ട് അതിനൊക്കെ കൃത്യമായ നിലയിൽ നേതൃത്വം നൽകാൻ പ്രാപ്തരായ ആളുകളായിരിക്കണം. അതോടൊപ്പം തന്നെ പള്ളിയുടെ പരിപാലകന്മാർ വിശ്വസ്തരായിരിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു ക്രമക്കേടും അവരുടെ ഭാഗത്തു നിന്ന് വരികയില്ലെന്ന് ഉറപ്പാക്കണം. അങ്ങനെയാണ് അതിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനെ അല്ലാതെ ആരെയും പള്ളി പരിപാലിക്കുന്നവൻ പേടിക്കാൻ പാടില്ല. നോക്കണേ അവിടെ ആ ഒരു വാക്ക് എന്തിനാ? പള്ളി പരിപാലിക്കുന്നവന്റെ കാര്യം പറഞ്ഞേ. പലരും പേടിപ്പിക്കും പള്ളി പരിപാലിക്കുന്നവരെ. സംഘടനക്കാർ പേടിപ്പിക്കും, ചിലപ്പോ പാർട്ടിക്കാർ പേടിപ്പിക്കും, ചിലപ്പോ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്ന്. ഒരുത്തനെയും പേടിക്കാത്തവന് മാത്രമേ അല്ലാഹുവിന്റെ പരിപാലനം നിർവഹിക്കാൻ കഴിയുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും പേടിക്കരുത്, ഒരു സംഘടനക്കാരൻ പറഞ്ഞാലും പേടിക്കരുത്. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അത്തരക്കാരായ ആളുകൾ വേണം. അങ്ങനെ അല്ലാത്ത ആളുകൾ എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അങ്ങനെയൊക്കെ സൂക്ഷ്മതയുള്ള ആളുകളെ തന്നെയാണ് പള്ളി പരിപാലനത്തിന്റെ ചുമതല നിങ്ങൾ ഏൽപ്പിച്ചതും അങ്ങനെയുള്ളവരാണത് കൈകാര്യം ചെയ്യുന്നതുമെങ്കിൽ അവര് രക്ഷപ്പെട്ടേക്കാം എന്ന്. എന്നാലും ഗുണം വരാൻ വലിയ പ്രയാസമുള്ള ഒരു മേഖലയാ പള്ളിയുടെ പരിപാലനം എന്നാ പറയുന്നതിന്റെ അർത്ഥം. തൊട്ടാ പൊള്ളുന്ന കനൽക്കട്ടയാണ്, ഓർത്തു വെച്ചോളൂ. എന്തിനാണ് ദുനിയാവിനെയും ആഖിറവും നഷ്ടപ്പെടുത്തുന്നത്? അതുപോലെ എന്തിനാണ് വരും തലമുറയെ അദാബിൽ എറിഞ്ഞു കൊടുക്കുന്നത്? ഞാന് ചിലതൊക്കെ പറഞ്ഞാൽ ആളുകൾ കേൾക്കുമല്ലോ അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. വഖഫിന്റെ മുതലിനോട് അനാസ്ഥ കാണിച്ച ആളുകളുടെ തലമുറകളെ വളരെ ക്രൂരമായ നിലയിൽ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റില്ലല്ലോ, വ്യക്തികളെ നേരിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം തെറ്റുകൾക്ക് കൂട്ടുനിൽക്കരുത്. സിൻഫാനി മിൻ ഉമ്മത്തി, പള്ളി പരിപാലകന്മാർ ഒരു നാടിന്റെ നന്മയുടെ ദീപസ്തംഭങ്ങളാണ്, പ്രകാശഗോപുരങ്ങളാണ്. ഒരു പള്ളിയുടെ ഇമാം, അതുപോലെ തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികൾ അവർ നല്ലവരായാൽ ഈ നാട്ടിലെ ജനങ്ങൾ ചീത്തയാണെന്ന് ഈ നാട്ടിലെ ഒരാളും പറയില്ല. ഒരു ഹിന്ദുവും പറയില്ല, ഒരു ക്രിസ്ത്യാനിയും പറയില്ല, ഒരാളും പറയില്ല. കമ്മിറ്റിക്കാർ നല്ലവരാണെങ്കിൽ ഈ നാട്ടിൽ നല്ല ജനങ്ങൾ മോശം എന്ന് പറയില്ല. കാരണം ഇദാ സലുഹ, രണ്ടു കൂട്ടർ എന്റെ സമുദായത്തിൽ, ഇദാ സലുഹ അവർ രണ്ടുപേരും നന്നായാൽ, സലുഹന്നാസു കുല്ലുഹും ജനങ്ങൾ മുഴുവൻ നന്നാകും. വൈദാ ഫസദ അവർ ചീത്തയായാൽ, സലുഹന്നാസു കുല്ലുഹും ജനം മുഴുവൻ ചീത്തയാകും. കള്ളും കഞ്ചാവും നാസ്തികതയും പ്രണയവും അതുപോലെ തന്നെ ലിബറലിസവും ഒക്കെയായി നമ്മുടെ മക്കൾ ഇന്ന് തിന്മയുടെ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നുണ്ടെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. അവര് നന്നായാലും ഇവര് നന്നാവും എന്നുള്ളതാണ് റസൂൽ പറഞ്ഞ. അവര് നന്നാക്കിയാലല്ല കേട്ടോ, റസൂൽ പറഞ്ഞ അസ്ലഹ അവര് നന്നാക്കിയാലെന്നല്ല. നമ്മളെല്ലാരും കൂടെ നന്നാക്കിയാലും നന്നാവൂല, നമ്മളൊന്ന് നന്നായാൽ ജനം താനെ നന്നായിക്കോളും. അങ്ങനല്ലേ? ഒരു പള്ളിയുടെ ഇമാമും പ്രസിഡന്റും നല്ല ആളാണെങ്കിൽ കമ്മിറ്റിക്കാർക്കും അതിനൊപ്പം പോകും. കമ്മിറ്റിക്കാർ നന്നായ പിന്നെ ജനത്തിന് വേറെ ആകാൻ പറ്റുമോ? ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ്, രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ രാജ്യം മുഴുവൻ സ്നേഹം വരും. വെറുപ്പിന്റെ ശക്തിയാണെങ്കിൽ രാജ്യം മുഴുവൻ വെറുപ്പുണ്ടാകും. കണ്ടില്ലേ? ഇന്ന് രാജ്യത്ത് മുഴുവൻ വെറുപ്പാ. എന്താ കാര്യം? ഒരൊറ്റ ആളാണ് കാരണം. പ്രധാനമന്ത്രി വെറുപ്പിന്റെ ശക്തിയാണ്, രാജ്യം മുഴുവൻ വെറുപ്പായി. രാജ്യത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അഴിമതിക്കാരനാണെങ്കിൽ നാടാകെ അഴിമതിയാകും. അപ്പോ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ നന്മ, അയാൾ നന്നായാൽ നാടാകെ നന്നാകും, ജനങ്ങളാകെ നന്നാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി നാം നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ നല്ലവരാണെന്ന് നമ്മൾ ഉറപ്പാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാർ നന്നാകണം. അല്ലാതെ വന്നാൽ ആരെങ്കിലും ഒരു തെറ്റിനാരെയെങ്കിലും സഹായിച്ചാൽ കൂട്ടുനിന്നാൽ അതൊരു വാക്കുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കൂരു തക്ബീർ വിളിച്ച് അർഹതയില്ലാത്ത ഒരുത്തനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് ഒരു വാക്കുകൊണ്ട് തെരഞ്ഞെടുത്താൽ പള്ളി കമ്മിറ്റിയുടെ ഓഫീസിൽ കയറിയിരുന്നിട്ട് അവൻ കാണിക്കുന്ന എല്ലാ തെറ്റുകളുടെയും ഒരു പങ്ക് നിന്റെ അക്കൗണ്ടിലേക്ക് നീ അറിയാതെ വന്ന് ചാടിക്കൊണ്ടിരിക്കും. എന്തിനാ?
അപ്പൊ അതുകൊണ്ട് വൈകി ബാങ്കിന്റെ സമയമായി. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോളൂ, നമ്മൾ നമ്മുടെ ജമാഅത്തുകളെ ഭദ്രമാക്കിയാൽ ആര് ഭരിച്ചാലും നമുക്കും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിന് മാത്രമല്ല മുഴുവൻ നാടിനും ഈ ജമാഅത്ത് ഉപകാരപ്രദമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തിയാണ്. വൈകിയ സമയത്ത് ഞാൻ നീട്ടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ വഞ്ചന കാണിക്കുന്നവർ നമ്മുടെ ഭാരവാഹികളാകരുത്, അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കരുത്. ഇദാ അജ്മഅ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, അല്ലാഹു മുൻഗാമികളെയും പിൻഗാമികളെയും അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ലിക്കുല്ലി ഗാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എല്ലാ ചതിയന്മാർക്കും അല്ലാഹു തആല ഓരോ കൊടികൾ അവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. ഒരു കൊടി ഓരോ ചതിയനും. അതെവിടെയാണ്? യുൻസബു ഇൻദ ഇസ്തി, അവന്റെ പൃഷ്ഠത്തിൽ നാട്ടുമെന്ന്. അപമാനമാണ്, വേദനയാണ്. പൃഷ്ഠത്തിൽ നാട്ടിയ കൊടിയുമായിട്ടായിരിക്കും അവൻ വരിക. ലിഖദ്രി ഖദ്റതിഹി, എത്ര കണ്ടവൻ ചതിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ ജനങ്ങളെ, അത്രയും ഉയരത്തിലുള്ള കൊടിയുമായിട്ടായിരിക്കും അന്ത്യനാളിൽ വരിക എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വഞ്ചകന്മാരെ, ചതിയന്മാരെ, ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുന്നവരെ നമ്മുടെ ഭരണാധികാരികളായി തെരഞ്ഞെടുക്കാതിരിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പടച്ച റബ്ബ് നമ്മെ കാര്യത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അകലാട് മുസ്ലിം ജമാഅത്തിന്റെ പ്രിയപ്പെട്ട സംരക്ഷണ സമിതിയുടെ സഹോദരങ്ങൾ നമ്മുടെ ജമാഅത്തിന്റെ നല്ല പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം, നമ്മുടെ ഐക്യം, ഇത് ഒരു വലിയ ഒരു സമഗ്ര സമൂഹമായി രൂപാന്തരപ്പെടാൻ, ഈ സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് വേണ്ടി എന്താണ് ഒരു ജമാഅത്തിന്റെ ഒരു കർമ്മപരിപാടി ഒന്നും ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് സമയമില്ല. അതിപ്പം ഞാൻ ഇപ്പൊ നീട്ടുന്നുമില്ല. ഇനിയിപ്പോ തുടരണ്ട ഇൻഷാ അല്ലാഹ്. നമുക്ക് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരു കാര്യപരിപാടി എന്തൊക്കെ ഒരു ജമാഅത്തിന് ചെയ്യാം എന്ന കാര്യത്തിലൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളതിന് നല്ലൊരു തുടക്കമാകട്ടെ. പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. മാതൃകാ ജമാഅത്തുകളും സമൂഹത്തിൽ ഇല്ലാതില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.